പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂറ്റൻ വിജയത്തോടെ കോൺഗ്രസിലും കൂടുതൽ കരുത്തനായിരിക്കുകയാണ് വടകര MP കൂടിയായ ഷാഫി പറമ്പിൽ. ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ താൻ നേരിടേണ്ടി വന്ന വിമർശനങ്ങൾക്ക് മുഖമടച്ച മറുപടി നൽകാനായതിന്റെ ആത്മവിശ്വാസം മാത്രമല്ല പാലക്കാട് വിജയത്തോടെ ഷാഫി എന്ന യുവ നേതാവ് നേടിയിരിക്കുന്നത്. മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു വടകരയിൽ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. വടകര MP ആയിരുന്ന K മുരളീധരനെ തൃശൂർ പിടിക്കാനയച്ച് മണ്ഡലം കാക്കുകയെന്ന ദൗത്യമായിരുന്നു ഷാഫിക്ക് മുന്നിൽ നേതൃത്വം വെച്ചത്. പാലക്കാടൻ കോട്ട വിട്ടുപോകാൻ മടിച്ചു നിന്ന ഷാഫി വടകരയിലേക്ക് വണ്ടി കയറും മുൻപ് നേതൃത്വത്തിനു മുൻപിൽ ഒരു ഉപാധി വെച്ചു. തന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു ആ ഉപാധി. നേതൃത്വം അന്ന് ആ ആവശ്യം അംഗീകരിച്ചു. ഷാഫി വടകരയിൽ വമ്പൻ വിജയം സ്വന്തമാക്കിയതിനു പിന്നാലെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. പറഞ്ഞുറപ്പിച്ചതുപോലെ രാഹുലിന്റെ പേര് ഷാഫി മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ ഷാഫിയുടെ ഈ നിർദ്ദേശം പാർട്ടിയിൽ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ജില്ലാ ഘടകം ഒന്നടങ്കം ഷാഫിയുടെ ആവശ്യം തള്ളി. ഇന്ന് രാഹുലിനു വേണ്ടി ഷാഫിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ രാഹുലിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. മുതിർന്ന നേതാവ് K മുരളീധരന്റെ പേരായിരുന്നു ഒറ്റക്കെട്ടായി നേതാക്കൾ നിർദ്ദേശിച്ചത്. ഒരു വിഭാഗം നേതാക്കൾ പാലക്കാട്ടുകാരൻ കൂടിയായ യുവ നേതാവ് P സരിന്റെ പേര് നിർദ്ദേശിച്ചു. എന്നാൽ തന്റെ ആവശ്യത്തിൽ നിന്നും ഒരടി പിന്നോട്ടു പോകാൻ ഷാഫി തയ്യാറായിരുന്നില്ല. ഒടുവിൽ പാലക്കാട്ടുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. പ്രഖ്യാപനത്തിനു പിന്നാലെ കോൺഗ്രസിൽ ഉണ്ടായത് വലിയൊരു പൊട്ടിത്തെറിയാണ്. ആദ്യം വെടിപൊട്ടിച്ചത് P സരി. ഷാഫിയെ രൂക്ഷമായി വിമർശിച്ച് സരിൻ പാർട്ടി വിട്ടു. സാഹചര്യം മുതലെടുത്ത CPM സരിനെ പാർട്ടിയിലെത്തിച്ച് സ്ഥാനാർത്ഥിയാക്കി. സരിനു പിന്നാലെ നിരവധി പേർ പാർട്ടി വിട്ടു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ഷാനിബ് അടക്കം 5ഓളം പേരായിരുന്നു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത്. എല്ലാവരും ഒരുപോലെ ഷാഫിയെ ക്രൂശിച്ചു. ഷാഫി കോൺഗ്രസിൽ മറ്റുള്ളവരെ വളരാൻ വിടുന്നില്ലെന്നും കഴിവുള്ള ചെറുപ്പക്കാരെ നിഷ്കാസനം ചെയ്യുന്ന സമീപനമാണ് പുലർത്തുന്നതെന്നും നേതാക്കൾ ഒരുപോലെ കുറ്റപ്പെടുത്തി. ഇതിനെയെല്ലാം ചിരിച്ചുകൊണ്ടായിരുന്നു ഷാഫി നേരിട്ടത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി ചിരിയിലൊതുക്കി. മണ്ഡലത്തിൽ ഷാഫി BJP ഡീൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഇടത് സ്ഥാനാർത്ഥിയും LDFും ആവർത്തിച്ച് വിമർശിച്ചപ്പോൾ പാലക്കാട്ടെ മതേതര മണ്ണ് ഇതിന് മറുപടി നൽകുമെന്നാണ് ഷാഫി നൽകിയ ഉത്തരം. ഷാഫിയുടെ നോമിനി എന്ന ആക്ഷേപമായിരുന്നു LDFും BJPയും രാഹുലിനെതിരെ ഉയർത്തിയത്. അത് തന്നെയായിരുന്നു രാഹുലിന്റെ ആത്മവിശ്വാസവും. ഷാഫിക്ക് ലഭിച്ചിരുന്ന പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന് രാഹുൽ ഉറച്ചു വിശ്വസിച്ചു. അനിയൻ ബാവയും ചേട്ടൻ ബാവയും എന്ന് എതിർപക്ഷം പരിഹസിച്ചപ്പോൾ കൈകോർത്ത് ഇരുവരും പ്രചരണത്തിൽ ഓടി നടന്നു. ഒടുവിൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ രാഹുലിനായി. BJPയെയും CPMനെയും അടിമുടി വിറപ്പിച്ച് 18,669 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ നേടിയത്. രാഹുലിന്റെ ഈ തിളക്കമാർന്ന വിജയത്തോടെ കോൺഗ്രസിലെയും കേരള രാഷ്ട്രീയത്തിലെയും കിങ് മേക്കറായി ഷാഫി പറമ്പിൽ മാറി എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. വിജയം പ്രതീക്ഷിച്ചിരുന്ന BJP ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. പാർട്ടി മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന നഗരസഭാ മേഖലയിൽ അടക്കം C കൃഷ്ണകുമാറിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. UDFന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തേക്കുള്ള ലീഡിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. 10,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠന്റെ പ്രതികരണം. UDFന് 58,389 വോട്ടുകൾ ലഭിച്ചപ്പോൾ 39,549 വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. 37,293 വോട്ടുകളുമായി LDF മൂന്നാം സ്ഥാനത്തായി.